അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹൃദയരേ, ഇന്ത്യൻ ജനാധിപത്യം പല സങ്കീർണമായ വെല്ലുവിളികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ജനാധിപത്യ ഇന്ത്യ നേരിടുന്ന സമകാലിക വെല്ലുവിളികളും പരിഹാരങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങളുമായി അല്പം സംവദിക്കാനാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. റബ്ബ് സുബ്ഹാനഹു തആല അനുഗ്രഹിക്കട്ടെ, ആമീൻ. പ്രിയമുള്ളവരെ, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ രാജ്യം. ജനങ്ങൾക്കു വേണ്ടി ജനങ്ങളാൽ ഭരിക്കപ്പെടുന്ന ഈ സംവിധാനം നമ്മുടെ ജനാധിപത്യത്തിന്റെ കരുത്താണ്. എന്നാൽ 75 വർഷത്തിലധികം കാലപ്പഴക്കവും ജനാധിപത്യ പാരമ്പര്യവുമുള്ള നമ്മുടെ രാജ്യം ഇന്ന് സങ്കീർണമായ ചില വെല്ലുവിളികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ ജനാധിപത്യത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്ന വെല്ലുവിളികളും അതിനെങ്ങനെയൊക്കെ നമുക്കിതിനെ പരിഹരിക്കാം എന്നതിനെ കുറിച്ചും നാം വ്യക്തമായി ചിന്തിക്കേണ്ടതുണ്ട്. പ്രധാനമായും നമ്മുടെ ജനാധിപത്യത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്ന വെല്ലുവിളികളിൽ ഒന്നാണ് വർഗീയതയും വിഭാഗീയതയും എന്നുള്ളത്. മതത്തിന്റെയും ജാതിയുടെയും പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ജനാധിപത്യത്തിന്റെ ഐക്യത്തിനും കൂട്ടുറപ്പിനും വലിയ ഭീഷണിയായി മാറുന്നുണ്ട്. മാത്രമല്ല, വൈവിധ്യങ്ങളുടെ ഇന്ത്യയിൽ സൗഹാർദ്ദം തകരുന്നത് ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തി കളയും. മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് സാമ്പത്തിക അസമത്വം എന്നുള്ളത്. ഒരു വശത്ത് രാജ്യം സാമ്പത്തികമായി എത്രയോ ഉയരങ്ങളിലേക്ക് എത്തുമ്പോഴും മറുവശത്ത് പാവപ്പെട്ടവനും പണക്കാരനും തമ്മിലുള്ള അകലം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും നിലനിൽക്കുന്ന ഈ രാജ്യത്ത് ജനാധിപത്യത്തിന്റെ മൂല്യങ്ങളും ഗുണങ്ങളും എല്ലാവരിലേക്കും എത്തുന്നില്ല എന്നൊരു വലിയ സത്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് അഴിമതിയും ക്രിമിനൽ വൽക്കരണവും എന്നുള്ളത്. രാഷ്ട്രീയ രംഗത്തെ അഴിമതിയും നിയമസഭകളിലും പാർലമെന്റിലും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരുടെ സാന്നിധ്യവും ജനാധിപത്യ മൂല്യങ്ങളെ തകർത്ത് കളയുന്നു. നാലാമത്തേതാണ് അധികാര കേന്ദ്രീകരണം. ജനാധിപത്യ സ്ഥാപനങ്ങളുടെ സ്വതന്ത്രമായ പ്രവർത്തനത്തിന് തടസ്സം നേരിടുന്നത് ഭരണഘടനാപരമായ സന്തുലിതാവസ്ഥ തെറ്റിക്കാൻ കാരണമാകുന്നു. ഇങ്ങനെ പല വെല്ലുവിളികളും നമ്മുടെ രാജ്യത്തെ അലട്ടിക്കൊണ്ടിരിക്കുമ്പോൾ, നമ്മുടെ ജനാധിപത്യത്തെ അലട്ടിക്കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് ഇതിൽ നിന്ന് മുക്തി നേടാം, എങ്ങനെയൊക്കെ നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാം എന്നതിനെ കുറിച്ച് നാം ചിന്തിക്കേണ്ടതുണ്ട്. അതിന് പ്രധാനപ്പെട്ട ഒരു പരിഹാര മാർഗമാണ് വിദ്യാഭ്യാസവും അവബോധനവും എന്നുള്ളത്. കേവലം അക്ഷരമാല പഠിക്കലല്ല വിദ്യാഭ്യാസം, മറിച്ച് ജനാധിപത്യ മൂല്യങ്ങളെക്കുറിച്ചും മൗലിക അവകാശങ്ങളെക്കുറിച്ചും ജനങ്ങളിലേക്ക് വ്യക്തമായ ധാരണ നൽകലാണ് ഒരു യഥാർത്ഥ വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, ഇത്തരം യഥാർത്ഥ വിദ്യാഭ്യാസവും തന്റെ ഇടവും ബുദ്ധിയുമുള്ള വോട്ടർമാരാകണം നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ ഐക്യരാജ്യങ്ങളായ വോട്ടർമാർ. മറ്റൊന്നാണ് സഹിഷ്ണുതയും സൗഹൃദവും എന്നുള്ളത്. വൈവിധ്യങ്ങളെ അംഗീകരിക്കാനും വ്യത്യസ്ത അഭിപ്രായങ്ങളെ ബഹുമാനിക്കാനുമുള്ള മാനസികാവസ്ഥ നാം വളർത്തിയെടുക്കണം. മാത്രമല്ല, ഇന്ത്യൻ എന്ന വികാരം എല്ലാ ഭിന്നതകൾക്കും മുകളിൽ നിൽക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട പരിഹാര മാർഗമാണ് ശക്തമായ നിയമനിർവഹണം എന്നുള്ളത്. രാഷ്ട്രീയത്തിലെ അഴിമതി തുടച്ചു നീക്കാൻ നിയമങ്ങൾ നടപ്പിലാക്കണം. സുസ്ഥിരമായ തിരഞ്ഞെടുപ്പ് രീതികളും രാഷ്ട്രീയ ഫൗണ്ടിങ്ങും ഉറപ്പാക്കണം. നാലാമത്തേത് മാധ്യമങ്ങളുടെ ഉത്തരവാദിത്യം. ഇന്ന് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സമൂഹത്ത് പല വ്യാജ വാർത്തകളും കാരണം നേരായ വഴിയിൽ നിന്നും തിന്മയിലേക്ക് റൂട്ടുമാറുമ്പോൾ ജനാധിപത്യത്തിന്റെ നാലാം തൂണായ മാധ്യമങ്ങൾ നിഷ്പക്ഷമായും സത്യസന്ധമായും ജനങ്ങളിലേക്ക് വാർത്തകൾ എത്തിക്കാൻ ബാധ്യസ്ഥരാണ്. ഇങ്ങനെ പല പരിഹാര മാർഗങ്ങളും നമ്മുടെ ജനാധിപത്യത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികളിലേക്ക് നാം എടുത്തെടുക്കുമ്പോൾ നമ്മുടെ ജനാധിപത്യത്തെ നമുക്ക് ഏറ്റവും ഉത്തമമാക്കാൻ സാധിക്കും. അന്ന് BR അംബേദ്കർ എഴുതി കുറിച്ച ആ ജനാധിപത്യ പുസ്തകത്തെ അച്ചടിച്ച് നമുക്ക് നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ജനാധിപത്യം എന്നത് ഒരു ഭരണരീതിയല്ല, മറിച്ച് അതൊരു ജീവിത രീതിയാണ്. അതിനെ സംരക്ഷിക്കേണ്ടത് നമ്മളെ പോലത്തെ ഓരോ പൗരന്മാരുടെയും ഉത്തരവാദിത്യമാണ്. എല്ലാ ഭിന്നതകളും മറന്ന് നാം ഒത്തുപിടിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ, നമ്മുടെ ജനാധിപത്യത്തെ തകർത്തിക്കൊണ്ടിരിക്കുന്ന വെല്ലുവിളികളെ നമുക്ക് മോചിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ആത്മാർത്ഥമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.